നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ് ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ ആവേശം റിപ്പോർട്ടിലും പ്രേക്ഷകർക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ നമ്മൾ കഴിഞ്ഞ ലോകകപ്പിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തവണ കൂടുതൽ LED സ്ക്രീനുകൾ അല്ലെ, ജനപ്രതിനിധികൾ തന്നെ സ്ക്രീനുകൾ സെറ്റ് ചെയ്യുന്നു. ആരാധകർക്ക് അവിടെ വന്ന് മന്ത്രി അവധി പ്രഖ്യാപിക്കും. ഓരോ ലോകകപ്പ് വരുമ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് ഓർമ്മയില്ല 2006 സമയത്തൊക്കെയാണ് ഫ്ലക്സുകൾ വന്നു തുടങ്ങുന്നത്. പിന്നെ ഓരോ വെറൈറ്റി ഫ്ലക്സുകളായി. പിന്നീട് കഴിഞ്ഞ തവണ കട്ടൗട്ടുകളും കാര്യങ്ങളും ഒക്കെ വരുന്നു. പുഴയുടെ നടുവിൽ കട്ടൗട്ട് വെക്കേണ്ട സ്ഥിതി വന്നു. മൈതാനം തയ്യാറാക്കുന്നു. ഇന്നിപ്പോ വെറൈറ്റിക്ക് നമ്മുടെ മുബഷീർ രാവിലെ കുറെ കൂട്ടങ്ങളോട് ചോദിച്ചപ്പോൾ അവരൊക്കെ ഇങ്ങനെ ആവേശമുണ്ട്, ഞങ്ങൾക്ക് എന്താ ലീവ് തരാത്തത് ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ മലപ്പുറത്തിന്റെ ഒരു ആവേശം എന്നത് എല്ലായിടത്തും ആ ആവേശം ഉണ്ടായിരുന്നു പറയാം. മുബഷീർ ചോലക്കലിലാണ്, മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകർക്കൊപ്പമാണ്. മുബഷീർ, ഫൈനൽ കാത്തിരിക്കുകയാണ് എല്ലാവരും എന്നറിയാം. എത്രത്തോളം ആവേശമുണ്ട്? വലിയ ആവേശം തന്നെയാണ് മലപ്പുറം ജില്ലയിലും. നമുക്കറിയാം, ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ മലപ്പുറം ജില്ലയിലെ ഓരോ തെരുവുകളും വലിയ ആവേശത്തിലാണ്. വലിയ LED സ്ക്രീനുകൾ ഒരുക്കി, കൊടിതോരണങ്ങൾ ഒരുക്കി, ഫ്ലക്സുകൾ കെട്ടി മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകർ ഈ കാൽപന്ത് മാമാങ്കത്തെ ആഘോഷിക്കുകയാണ്. നേരത്തെ വിനീത പറഞ്ഞ ആ കൊച്ചു കൂട്ടുകാർ എനിക്കൊപ്പമുണ്ട്. നേരത്തെ ലീവ് തന്നിട്ടില്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത ലീവ് പറഞ്ഞുകൊണ്ട് നാളെ സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞിരുന്ന മിടുക്കരായിരുന്നു. ഇവിടെ എവിടെയുണ്ടല്ലോ ലീവ് കിട്ടിയില്ല ചങ്ങായി, സന്തോഷമായോ? എന്താ മന്ത്രിനോടൊക്കെ പറയാനുള്ളത്? ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടണ മുറിച്ചതുണ്ടായോണ്ടാണ് ഇങ്ങനെ കിട്ടാനുള്ള കാരണം. അർജന്റീന ജയിക്കും ഉറപ്പാ. സ്പെയിനാ ടീം, ഈ പോർച്ചുഗൽ അല്ല ടീം? സത്യമാണ്. ഇപ്പൊ സ്പെയിനായതാ ഈ കളിക്ക് സ്പെയിൻ ആയതാ. പോർച്ചുഗൽ പുറത്തായോണ്ട് സ്പെയിൻ ആയതാ. അതെ. വേറെ ബ്രസീൽ, നമ്മുടെ ബ്രസീൽ ഫാൻസ് ഉണ്ട്. ബ്രസീൽ പുറത്തായിട്ടുണ്ടെങ്കിൽ ബ്രസീലിന്റെ ജയിച്ചിട്ടാണല്ലോ വന്നെ. ഈ അർജന്റീന തോക്കണം എന്നല്ലേ ആഗ്രഹിക്കണേ? അർജന്റീന തോൽക്കണം തന്നെയാണ്. എന്തുകൊണ്ടാ? അത് പൈസ എടുത്താണ് കളിക്കണ്ടേ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കുട്ടികൾ പറയുന്നത്. ഈ ചോലക്കൽ എന്ന് പറയുന്നത് കാൽപന്തിനെ ഹൃദയത്തോട് നെഞ്ചേറ്റിയ ആളുകളുടെ ഒരു നാട് കൂടിയാണ്. കാരണം ഇവിടെ 2 തലമുറയെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചെറിയ മക്കൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഫൈനൽ മത്സരത്തെക്കുറിച്ചുള്ള ചർച്ച മാത്രമാണ് മലപ്പുറത്തിന്റെ ഓരോ കവലകളും ഉള്ളത്. ഇവിടെ ഒരുപാട് വലിയ കാക്കാരുണ്ട്. നിങ്ങൾ ഏതാ ടീം? സത്യത്തിൽ കമ്മിറ്റി ടീമും സ്പെയിനും തമ്മിലാണ് കളി. ആരാ കമ്മിറ്റി ടീം? അർജന്റീന. നിങ്ങൾക്ക് അറിയാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയാണ് അർജന്റീന ഫൈനലിൽ എത്തി. നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ്. അതിൽ കളിച്ച് ജയിക്കുകയാണെങ്കിൽ ഒരു ഗുരുതരമായ രാഷ്ട്രീയാരോപണങ്ങൾക്ക് സാധാരണ നമ്മൾ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യലുണ്ട്. അതുപോലെ ഇപ്പൊ നിങ്ങൾ പറയണേ നമുക്കറിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ആരാ കമ്മിറ്റി. രാഷ്ട്രീയാരോപണം അല്ലത്. കളി കണ്ട് നിഷ്പക്ഷമായിട്ട് കളിനെ കുറിച്ച് വലിയ ആർക്കും അറിയാം. ഈജിപ്തുമായിട്ടുള്ള കളിയിൽ ഏകദേശം ഒരു 50 സെക്കൻഡെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് വാറിന് കൊടുക്കുന്നത്. പോട്ടെ, കളി കഴിഞ്ഞ കാര്യം. ഇന്നത്തെ കളിന്റെ അവസ്ഥ എന്താവും? ഇന്ന് കളിക്കുകയാണെങ്കിൽ സ്പെയിൻ ജയിക്കും, അല്ല പിന്നെ റഫറി ജയിക്കുകയാണെങ്കിൽ അർജന്റീന ജയിക്കും. എന്റെ അഭിപ്രായം. എനിക്ക് എന്റെ ടീം സൗദി അറേബ്യ ആയിരുന്നു. നിങ്ങൾ കുറെ കാലം സൗദിയിൽ വർക്ക് ചെയ്താണോ തോന്നുന്നല്ലേ? അതെ, സൗദിയിലെ ആരോഗ്യമാണ് എന്റേത്. അപ്പൊ സൗദി അറേബ്യക്കും വേണ്ടി വേൾഡ് കപ്പ് കളിക്കുന്ന രാജ്യം, വേൾഡ് കപ്പിൽ കളിക്കുന്ന രാജ്യം ഇന്ത്യ അല്ലാത്തത് കാരണം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട രാജ്യം സൗദി അറേബ്യയാണ്. ലോകകപ്പിലെ ഈ അർജന്റീനയെ ഉറപ്പിച്ച സമയത്ത് സൗദിന്റെ ഒരു ആരാധകൻ ചോദിച്ചിരുന്നു വേർ ഈസ് ദാറ്റ് മെസ്സി എന്ന്. ഇപ്പൊ ഞാൻ ചോദിക്കാം വേർ ഈസ് ദാറ്റ് സൗദി? മെസ്സി എന്ത് മെസ്സി? നമുക്ക് മെസ്സി അല്ലേ നമുക്ക്. ഇപ്രാവശ്യത്തെ ഇന്നത്തെ ഫൈനലിൽ ഞാൻ വിലയിരുത്തുമ്പോൾ 13 പേര് അർജന്റീനയും 11 പേര് സ്പെയിനുമാണ് കളിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും മെസ്സിക്ക് തന്നെയാണ് കപ്പ്. കണക്കാണ്. അത് പിന്നെ ഇതുവരെ കളിച്ച കളിയിലൊക്കെ നമ്മള് ഇതാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഏത് ടീം? ഏതാ? ഞാൻ അർജന്റീന ടീമിന്റെ. അർജന്റീനയുടെ ആരാധകനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് പ്രതീക്ഷ? എത്ര ഗോളിൽ നമ്മൾ ജയിക്കും സ്പെയിനോട്? എത്ര ഗോളിന് ജയിക്കും എന്നുള്ളതല്ല, നൂറ്റാണ്ടിന്റെ ഇതിഹാസം ലയണൽ മെസ്സി ലുസൈസ് സ്റ്റേഡിയത്തിൽ കപ്പ് ഉയർത്തിയതുപോലെ അതേപോലെ തന്നെ ഖത്തറിൽ എന്താണോ കണ്ടത് അത് അമേരിക്കയിലും നമ്മൾ കാണും. മെസ്സി തുടർ ഭരണം, യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ 1986 മറഡോണയായിരുന്നു പിന്നെ ആ നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന് പറയുന്ന മറഡോണ വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ 2026 ഈ നൂറ്റാണ്ടിന്റെ ഇതിഹാസം ലയണൽ മെസ്സി കപ്പടി. ഉള്ളിൽ ജെയ്സി ഉണ്ടല്ലോ, ഇതിന്റെ ജെയ്സി ഇതാ. സൗദി സൗദിയുടെ മറ്റ് ആരാധകന. സൗദി അതുപോലെ ഇറാൻ പോലെയുള്ള ടീമുകൾക്കൊക്കെ നിരവധി ആരാധകരുണ്ട് നമ്മുടെ മലപ്പുറത്ത്. സൗദി പുറത്തായിട്ടുണ്ട്. ഇന്ന് ഫൈനൽ ഇന്ന് ഫൈനൽ നമ്മളെ സ്പെയിനിന്റെ കൂടെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ലാമിൻ യമാലിന്റെ കൂടെ അവന്റെ കളി കണ്ടിട്ടുള്ള ആരാധന മൂത്ത് അങ്ങനെ ആയതാണ്.
കാരന്റെ കളിയോട് വല്ലാത്തൊരു മോഹബത്താണ്. അത്ര മുഹബത്ത്. മെസ്സി ഓക്കെ, പക്ഷെ നമ്മൾ മെസ്സിനെ കുറ്റം പറയണില്ല. ലാമിൻ യമാൽ. നിങ്ങൾ ഏതാ ടീം? ഞാൻ അർജന്റീന. അർജന്റീന. എത്ര ഗോളിലേക്ക് സ്പെയിൻ? എന്തായാലും ഒരു 2-3 ഗോളിന് ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് സാധ്യതയുള്ളൂ, ഉറപ്പില്ലേ? പറയാൻ പറ്റില്ലല്ലോ, കളി കണ്ടാലോ പറയാൻ പറ്റുള്ളൂ. സ്പെയിന് മോശമായിട്ടല്ല, നല്ലൊരു മത്സരമാവില്ലേ? ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് നല്ലൊരു മത്സരം ഉണ്ടാവും, നല്ലൊരു മത്സരം ഉണ്ടാവും. അതാണ് പ്രതീക്ഷിക്കണേ. ബ്രസീൽ ഫാനാണ് തോന്നുന്നത്. വല്ലാത്തൊരു സങ്കടം ഉണ്ടല്ലോ. ആർക്കും എനിക്കോ? നിങ്ങൾ ബ്രസീലാ? ഞാൻ അർജന്റീന. അർജന്റീന ഫാൻ തന്നെ. എന്നാലും ഒരു ടെൻഷൻ ഉണ്ടോ? നമ്മൾ ജയിക്കും കാണാൻ തുടങ്ങിയ കാലം മുതൽ അർജന്റീന ഫാനാണ്. ഒരു ടെൻഷനും ഇല്ല. ഇപ്രാവശ്യം ഖത്തർ ഞങ്ങൾ ഇപ്രാവശ്യം ആവർത്തിക്കും. ഖത്തർ ആവർത്തിക്കും. ഖത്തർ അമേരിക്കയിൽ ആവർത്തിക്കും. ഞാൻ ബ്രസീലാണ്. എന്താ പറയാനുള്ളത്? നിങ്ങളിപ്പോ വളരെ നേരത്തെ പുറത്താണല്ലോ. നിങ്ങളും ഞാനൊക്കെ ബ്രസീൽ. നമുക്ക് ആ സങ്കടമൊന്നുമില്ല. പിന്നെ ഇന്ന് കളിക്കുകയാണെങ്കിൽ സ്പെയിൻ ജയിക്കും, അതല്ല ഫിഫ കളിക്കുകയാണെങ്കിൽ അർജന്റീന ജയിക്കും. അതൊക്കെ ഉള്ളതാണോ? ഓക്കെ, അങ്ങനെ ഫിഫന്റെ ഇടപെടൽ അതൊക്കെ ഉണ്ട്, നമുക്കുണ്ട്, നമുക്ക് തോന്നിക്കണോ അതൊക്കെ. ഈജിപ്തിന്റെ കളിയാണ് അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് എല്ലാവരും പറയണല്ലേ. ഇതിന് മുന്നേയുള്ള ടീമിന്റെ കോപ്പ് വെറുതെ അങ്ങനെ വെറുതെ ടീമിന്റെ കളിയൊക്കെ നടന്നേക്കണം. അതേമാതിരി തന്നെയാണ് കൊണ്ടിട്ടുണ്ട്. പിന്നെ ഇതേമാതിരി ഇന്നിപ്പോ പ്രതീക്ഷ സ്പെയിൻ തന്നെയാണ് നമ്മളെ ടീമിന്റെ. ഞാൻ അർജന്റീനയാണ് ടീം വരുന്നത്. പക്ഷെ ഇവരൊക്കെ സംബന്ധിച്ച് ഇവരൊരു പലചരക്ക് പോലെയാണ് സ്പെയിനറിന്റെ ടീം. എല്ലാ ടീമൊന്നും മാറി ഇങ്ങനെ പൊറുക്കി എടുത്തിട്ടുള്ള ടീമാണ്. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ കപ്പ് അർജന്റീനക്ക് ഉള്ളതാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒരു വ്യാമോഹമാണ് എന്തുള്ളത്, ഈ കപ്പ് നേടുന്നുള്ളത്. അതൊക്കെ അവരെ സ്വപ്നം കണ്ട് അവരൊന്ന് വീട്ടിൽ പോയി ഉറങ്ങട്ടെ. ഇക്കൊല്ലം ഇൻഷാ അല്ലാ എന്ത് ചെയ്യും, അർജന്റീന മെസ്സി ആണെങ്കിൽ മൂപ്പരെ വീട്ടിൽ പോയി ഔട്ട് പൊട്ടിക്കണമെന്നുണ്ട്. അല്ല, അങ്ങനെയല്ല, ഇഞ്ചുറി ടൈമിലും തിരിച്ചു വരുന്ന അർജന്റീന നമ്മൾ സെഞ്ചുറി ആയിക്കോട്ടെ, അത് അങ്ങനെയല്ലായിരുന്നു. പക്ഷെ മൂപ്പരെ വീട്ടിൽ പോയിരുന്ന് പൊട്ടിക്കണം തീരുമാനമുണ്ട്. ഇപ്രാവശ്യം എന്ത് ചെയ്യും, കഴിഞ്ഞ പ്രാവശ്യം മെസ്സി ഇവിടെയാണ് ഒരു കപ്പ് വിളിച്ചത്. രാജ്യം മാറ്റാനൊക്കെ കുറച്ച് കാലത്തല്ല, അതൊക്കെ തീരെ പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവർ ജയിക്കുകയാണെങ്കിൽ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയി പൊട്ടിക്കും ചെയ്യും. വെറും വ്യാമോഹം മാത്രം. ഇപ്രാവശ്യം എന്ത് ചെയ്യും, മെസ്സി ഇപ്രാവശ്യം എന്താ തർക്കം തീരില്ല. മുബഷീറെ, കൂട്ടത്തിൽ വിനേഷ് പ്രതീക്ഷകളാണ് ചോലക്കല്ലെ ഫുട്ബോൾ ആരാധകർ പങ്കുവെക്കുന്നത്. വിനീത, ശരി, മുബഷീർ ഏത് ടീമാന്നൊക്കെ വിനേഷ് ചോദിക്കണ്ടായി. അപ്പൊ ഞാൻ നമ്മുടെ ധർമ്മസങ്കടം, ബ്രസീൽ ഫാൻസിന്റെ സങ്കടമൊക്കെ ഞാൻ പങ്കുവെച്ചു. ഇപ്പൊ ഷർട്ടിനുള്ളിൽ ഏതാ ജേഴ്സി അറിയാനാ? അല്ല, യഥാർത്ഥ ഫുട്ബോൾ ആരാധകർ സ്വാഭാവികമായിട്ടും ബ്രസീൽ ആരാധകരാകും. അതിന് നമ്മൾ പറയേണ്ടതില്ല. ഇപ്പൊ ഇവിടെയുള്ള മനുഷ്യരൊക്കെ സംസാരിച്ചപ്പോൾ നമ്മളോടത് പറഞ്ഞല്ലോ. അതാണ് പല ആളുകളൊക്കെ പറയുന്നത്. ശരി ശരി മുബഷീർ, ഏതായാലും മലപ്പുറത്ത് ഈ ഫുട്ബോൾ ആവശ്യം എനിക്ക് തോന്നുന്നു ജയേഷ് പോയപ്പോഴും വലിയ തർക്കം. അതെ, എന്തായാലും എന്താ ടീം എന്ന് ചോദിച്ചിട്ടുള്ളൂ. അതെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ ആരാധകരുടെ കാര്യം പറഞ്ഞപ്പോൾ അതൊരു ഫുട്ബോൾ ഭ്രാന്തന്മാർ എന്ന് പറയുന്നതിൽ ആ ഭ്രാന്തിനൊരു ഭംഗി വരുന്നത് കൂടി ഈ ഫുട്ബോളിന്റെ കൂടെ ചേർത്ത് വായിക്കുമല്ലോ.